Hello guys, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്നൊരു സ്കിൻ കെയറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ടൈം ഒന്നും തീരെ പോണില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഫേസ് സ്ക്രബ്, മാസ്ക്, പിന്നെ എന്തെങ്കിലും ഒരു കാല് ക്ലീൻ ചെയ്യാനാണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ ഈ ഹെയർ ഒന്ന് കെട്ടട്ടെ. ഇത് എടുത്തിട്ട് വന്നു. അപ്പം ഞാൻ എപ്പോഴും ഇത് കേട്ടിട്ടുണ്ടോ, പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ എന്താപ്പോ ചെയ്യാൻ മാത്രമുള്ള കെയർ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ബീട്രൂട്ട് പൗഡർ. അത് ഞാൻ എൻ്റെ കസിനെ എനിക്ക് റെഫർ ചെയ്തിട്ട് ഞാൻ വാങ്ങിയ സാധനമായിരുന്നു. നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ അത്. പക്ഷെ ഞാനത് 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ അത് വെച്ച് സ്കിന്ന് കെയർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യാൻ വേണ്ടി തിരഞ്ഞപ്പോൾ ആ സാധനം കാണാനില്ല, മിസ്സിങ് ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓളെ ഷെൽഫിലും പോയി നോക്കിയപ്പോൾ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആ സാധനം പോയി. നമുക്ക് ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് ഫേസ് സ്ക്രബാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളിയും പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ തക്കാളി ആദ്യം തന്നെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് സെൻറ്റർ. കറക്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. പിന്നെ നാരങ്ങ നമുക്ക് വേറൊരു സൈഡ് ചെയ്യാനാണ്. അപ്പം ഈ ഒരു ഇതുണ്ട്. അപ്പം ഇനി നമുക്ക് അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഇവിടെ ലൈറ്റ് ഇല്ല. അപ്പം ഞാൻ ഇല്ല വിളിച്ചെടുത്തിട്ട് കേട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ, മാമാർത്തിൻ്റെ ബീട്രൂട്ട് ജെന്റൽ ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ലൊരു കുറച്ചെടുത്താൽ നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കണം, നമ്മൾ സ്കിൻ കെയർ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയി വന്നതായതുകൊണ്ട് തന്നെ മുഖം നല്ല ടേണും കാര്യങ്ങളൊക്കെ അടിച്ചൊരു വിത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇത് സൂം ചെയ്തെടുക്കും ഇതാട്ടോ. ഇതൊരു ജെല്ല് പോലെയാണ് കേട്ടോ. പിന്നെ കുറച്ചെടുത്താൽ തന്നെ നല്ലൊരു പതയാണ്, നല്ല ഇതാട്ടോ. അപ്പോൾ കണ്ടോ ഗൈസ്, നല്ലതാണ്. ഇത് കുറച്ചൊന്ന് വെള്ളമാക്കി അപ്പോൾ ആ ഫേസ് വാഷ് ചെയ്ത് വന്ന് ലിപ്സ്റ്റിക്ക് പോയോ. അപ്പോൾ ഞാനിതിന് മുമ്പ് ലിപ്സ്റ്റിക്ക് ഇട്ടിരുന്നു കേട്ടോ, ഓക്ക് വീഡിയോ എടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് കഴുകിയപ്പോൾ അത് പോയി വിചാരിച്ചു, പക്ഷെ പോയിട്ടില്ല എന്നാണ് ഓള് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സ്കിന്ന് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു 11 മണി ആ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങാൻ. കാര്യം എനിക്ക് ഒരു സാധനം പഠിക്കുന്നുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ആ ടൈം തന്നെയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ടുണ്ട് ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ടവൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് തോത്തിട്ടോ, നമ്മൾ മോൾ കഴിക്കുന്നതല്ലേ, അത് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പോണത്. നമ്മളെ ടൊമാറ്റോ അതുപോലെ തന്നെ പഞ്ചസാര ഇതിലിങ്ങനെ സ്ക്രബ് ചെയ്തിട്ടാണ് ഫേസിൽ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ടൊമാറ്റോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അതിന് ശേഷമായിട്ട് നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഞാനങ്ങനെ ഒരു 10 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് അതിന് ശേഷം ഞാനിപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം സംഭവം. അപ്പോൾ ഗൈസ് ഞാൻ മുഖം കഴുകി കൊടുത്തിട്ടു. എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും. എനിക്കിങ്ങനെ തോന്നും ഫേസിൽ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ക്രബ് ചെയ്തത് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഈ സെക്കൻഡ് നമ്മൾ ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് ഫേസ് മാസ്ക് ആണ് കേട്ടോ. അവിടെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രബാട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വേറൊരു തക്കാളി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ
ഇട്ടെടുക്കല്ലേ ചെയ്യേണ്ടത്, എന്താ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാട്ടോ നമ്മുടെ മലനാടിൻ്റെ ശുദ്ധമായ തേനാണ് കേട്ടോ. ഇത് ഞാൻ അമ്മോന് ഇതിൻ്റെയൊക്കെ സെയിലാണ്. അപ്പോൾ ഞാൻ അമ്മ വന്നപ്പോൾ എന്താ കാർന്നെടുത്തതാണ് കേട്ടോ. ഇത് നല്ല തേനാണ്. ഇത് എല്ലാവരും ഇതിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഇതിൽ ഈ ഒരു കോഫി പൗഡറും അതിലേക്ക് ഈ ഒരു തേനും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു തേനും കൂടെ ഞാനിങ്ങനെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേന് എന്തായാലും എല്ലാത്തിനും നല്ലതായതുകൊണ്ട് തന്നെ ഞാനത് ചൂസ് ചെയ്തു ഗൈസ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ ഗൈസ്. എൻ്റെ ഫേസിൽ എനിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ. ഞാൻ വീഡിയോക്ക് വേണ്ടി ചെയ്യാം. പിന്നെ എൻ്റെ ഫേസ് എനിക്കൊന്ന് ഉണ്ടാക്കി എടുക്കാനും വേണം. ഇത് നേരത്തെ സ്ക്രബ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മളതും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടു. അതിനുശേഷം ഞാൻ ഇവിടെ പെരത്തിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മളെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ്. അപ്പം ഞാനത് കഴുകുക കേട്ടോ ഫേസ്. അപ്പം ഞാൻ നമ്മൾ കോഫി പൗഡർ വെച്ച് യൂസ് ചെയ്തത് ഒന്ന് കഴുകി വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ജസ്റ്റ് നമ്മുടെ മുഖത്തെ ടാനും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. നമ്മൾ സ്ക്രബിങ്ങും മാസ്കും അപ്പോൾ അത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഫേസിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നതൊന്നും അറിയില്ല. ജസ്റ്റ് എന്നാലും എനിക്കൊന്ന് ഒരു ക്ലീൻ ആയി കിട്ടിയ ഒരു പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസിൽ ചെയ്ത് ഫേസ് കെയർ. നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ലിക്യൂറൊക്കെ ചെയ്യുമല്ലോ നമ്മൾ ഈ ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന സാധനം. ആ ഒരു സാധനം നമുക്ക് ഹോം മെയ്ഡായിട്ട് നോക്കാം. ജസ്റ്റ് ഒരു എന്താ ഇത് ഷാമ്പും ജസ്റ്റ് ഒരു നാരങ്ങ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. അതുപോലെ ഒന്നല്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മളിത് ചെയ്യാനായിട്ട് ആദ്യം ഒരു ബക്കറ്റിൽ നമ്മളൊരു ഹീറ്റ് വാട്ടർ എടുക്കുക കേട്ടോ. കുറച്ച് ലേറ്റായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കാലിട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മളതിക്ക് ഷാമ്പു, നമ്മൾ ക്ലിനിക്കൽ പ്ലസിൻ്റെ ഷാമ്പു ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് വാട്ടർ പതപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു നാരങ്ങ നീരുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് റെഡി ആവണത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതുപോലെ കുറച്ച് ടൈം ആ കാലിൽ അതിലിട്ട് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിലാക്സേഷനായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മുടെ കാലിൻ്റെ നെയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ബ്രഷോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കാല് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. എൻ്റെ കാല് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ കാലിൻ്റെ കോലം ഇങ്ങനെയൊക്കെ. എൻ്റെ കാലൊരു വൃത്തിയില്ലാത്തൊരു ടൈപ്പ് കാലായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ചളിയും കാര്യങ്ങളൊക്കെ ഇളകി പോവും, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു വാക്സ് ക്ലീനോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാലും കെയർ ചെയ്യാനുള്ള സംഭവങ്ങൾ ഗൈസ്. എൻ്റെ കാല് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം ഞാനൊന്നൊരു ടവല് വെച്ച് ജസ്റ്റ് വാട്ടർ ഇങ്ങനെ ഒപ്പിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ കാല് നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ മോയ്സ്ചറൈസറിന് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വാക്സ് ക്ലീനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കാലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാലിൻ്റെ ഒരു ഡ്രൈനെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാല് ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഷോക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ നൈറ്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് നമ്മുടെ കാലൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും കേട്ടോ. നല്ല ടാനും കാര്യങ്ങളൊക്കെ പിടിച്ചിൻ്റെ കാലൊക്കെ പ്രത്യേകിച്ചൊരു ഡ്രൈ ആയിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച വീഡിയോ എത്ര ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കാലും ഫേസും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളൊരു ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് കമൻറ്റും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. വീഡിയോ ബൈ.